ഏത് പരിപ്പും വേവുന്ന ഒരു മണ്ണല്ല കേരളമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ കുടയും വടിയും എടുത്ത് ഡൽഹിയിലേക്ക് വണ്ടി കയറുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സത്യം പറഞ്ഞാൽ ഇവിടെ അടികിട്ടിയത് BJPക്ക് മാത്രമാണ്. അതിന്റെ ഹാലിളക്കമാണ് കഴിഞ്ഞ ദിവസം രാജീവ് ചന്ദ്രശേഖറിന്റെ അലർച്ചയിലൂടെ നമുക്ക് കാണാൻ സാധിച്ചത്. കേരളത്തിൽ താമര വിരിയിക്കാൻ ഗ്രൂപ്പ് കളികൾ ഒന്നുമില്ലാത്ത നല്ല ഒന്നാന്തരം ഒരു നേതാവിനെ കേന്ദ്രത്തിൽ നിന്ന് BJP കെട്ടിയിറക്കിയതായിരുന്നു രാജീവ് ചന്ദ്രശേഖർ. ആ രാജീവ് ചന്ദ്രശേഖറിന്റെ ഏഷ്യാനെറ്റിന് പോലും ബാർക്ക് റേറ്റ് കൂട്ടിയതുപോലെ BJPയിലേക്കും ആളെ കൂട്ടി കേരളത്തിൽ താൻ മൂലം ഒരു വലിയ ചരിത്രം സൃഷ്ടിക്കാം എന്ന് കരുതി. പക്ഷേ ആ താളം തെറ്റി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഏഷ്യാനെറ്റ് പോലും താഴേക്ക് പോകുന്ന കാഴ്ചയാണ് പിന്നീട് നമുക്ക് കാണാൻ സാധിച്ചത്. പറഞ്ഞു വരുന്നത്, ബീഹാറിലേതുപോലെ വോട്ടർ പട്ടിക സൂക്ഷ്മ പരിശോധന നടത്തിക്കൊണ്ട് ലക്ഷക്കണക്കിന് വോട്ടർമാരെ പുറത്താക്കാമെന്നായിരുന്നു. അവിടെ BJPക്ക് മാത്രം വോട്ട് ചെയ്യുന്നവരെ പിടിച്ചു നിർത്തുകയും ചെയ്യാം. എന്നാൽ കേരളത്തിൽ നടന്ന സർവകക്ഷി യോഗത്തോടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഒരു കാര്യം മനസ്സിലായി. BJP മാത്രമേ ഈ വിഷയത്തിൽ അനുകൂല ഘടകമുള്ളൂ എന്ന്. പ്രധാന കക്ഷികളായ പാർട്ടികളെല്ലാം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് പറഞ്ഞത് ഒറ്റ കാര്യമാണ്: ഇതിവിടെ നടക്കില്ല, ആ വെള്ളം അങ്ങ് വാങ്ങിവെച്ചേക്കൂ എന്നാണ്. കൃത്യമായി പറഞ്ഞാൽ കേരളത്തിൽ സമഗ്ര വോട്ടർ പരിഷ്കരണം മാറ്റിവെക്കും എന്നുള്ളത് തന്നെയാണ്. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ആവശ്യത്തിൽ കമ്മീഷൻ അനുകൂല തീരുമാനം എടുക്കുമെന്ന സൂചനയും വന്നു കഴിഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ പരിഷ്കരണം നീട്ടണമെന്ന് ആവശ്യപ്പെട്ട് ഇന്നലെയാണ് കത്ത് നൽകിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിലാണ് പരിഷ്കരണം നീട്ടുന്നത്. വോട്ടർ പട്ടിക പരിഷ്കരണത്തിനും തദ്ദേശ തെരഞ്ഞെടുപ്പിനും ഒരേ സംവിധാനം തന്നെയാണ് പ്രവർത്തിക്കേണ്ടത്. ഇപ്പോൾ പരിഷ്കരണ നടപടികൾ തുടങ്ങിയാൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് താളം തെറ്റുമെന്നും മനസ്സിലായി. രാജ്യവ്യാപകമായി SIR എന്ന സൂക്ഷ്മ പരിശോധന ഈ വർഷം തന്നെ പൂർത്തിയാക്കാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കച്ചകെട്ടി ഇറങ്ങിയത്. സംസ്ഥാനങ്ങളിലെ ഉദ്യോഗസ്ഥർക്ക് ഈ മാസം അവസാനം വരെ പ്രാരംഭ നടപടികൾ ആരംഭിക്കാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശവും നൽകിയത്. 2002നും 2004നും ഇടയിലാണ് എല്ലാ സംസ്ഥാനങ്ങളിലും മുൻപ് ഈ സൂക്ഷ്മ പരിശോധന നടന്നത്. കേരളം 2002ലെ പട്ടിക കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിക്കുകയും ചെയ്തിരുന്നു. കേരളത്തിൽ അടുത്ത വർഷം മെയ്യിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത്. ഇതിനിടയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടപടികൾ കൂടി പുരോഗമിക്കുന്നതിനാൽ SIR നടപടികൾ സങ്കീർണം ആകുമെന്ന ആക്ഷേപമാണ് സർവകക്ഷി യോഗത്തിൽ BJP അല്ലാത്ത രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിച്ചത്. തദ്ദേശ വാർഡുകളുടെയും തുടർന്ന് തദ്ദേശ സ്ഥാപന അധ്യക്ഷ സ്ഥാനങ്ങളിലേക്കുള്ള സംവരണം നിശ്ചയിക്കുന്ന നടപടികൾ ഈ മാസം അവസാനമോ ഒക്ടോബർ ആദ്യമോ നടക്കും. ഇതിനാൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ സാവകാശം നൽകണമെന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ ആവശ്യമത്രയും. കേരളം, ബംഗാൾ, തമിഴ്നാട്, അസം, പുതുച്ചേരി എന്നിവിടങ്ങളിൽ അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ കമ്മീഷന്റെ ഏകപക്ഷീയ നീക്കം കടുത്ത ആരോപണങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ടായിരുന്നു. വോട്ടർ പട്ടികയുടെ തീവ്ര പുനഃപരിശോധനയിൽ കേരളത്തിൽ നടപ്പാക്കാനുള്ള നീക്കം പുനഃപരിശോധിക്കണമെന്നും CPI നിലപാടെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ പിന്നാലെയാണ് കേരളത്തിൽ നിന്ന് കുടയും വടിയുമെടുത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഡൽഹിയിലേക്ക് വിമാനം കയറേണ്ടി വരുന്നത്.